ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ ലോഷൻ്റെ വീഡിയോ ആയിട്ടൊന്ന് വന്നേക്കുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഡോക്ടർ പറഞ്ഞു തന്ന സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇത് തന്നെയായിട്ട് ഞാൻ തേക്കുന്നത്. അപ്പോൾ ഡോക്ടർ അമ്മയോട് പറഞ്ഞ് കൊടുത്ത സൺസ്ക്രീൻ ലോഷനാണ്. അപ്പോൾ അമ്മ എനിക്കും മേടിച്ച് തന്നു കേട്ടോ. അപ്പോൾ 2 ബോട്ടിൽ മേടിച്ച് തന്നായിരുന്നു. ഒരെണ്ണം തീർന്നു, ഒരെണ്ണം തീരാറായിട്ടോ. അപ്പനെ ഓർത്ത് നോക്കും, ഞാൻ വെയിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ തേക്കാറുണ്ട്. നല്ലൊരു സൺസ്ക്രീൻ. നമ്മുടെ മുഖത്ത് ഡാമേജ് ആവില്ല. വെയിൽ കൊള്ളുമ്പോഴത്തേക്കും നമ്മുടെ മുഖം കരുവാളിക്കില്ലേ, ആ കരുവാളിപ്പിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന നല്ലൊരു സൺസ്ക്രീൻ. കൂടാതെ നമ്മുടെ മക്കൾക്ക് തേക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലോഷനും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ബേബി ലോഷന് കുഞ്ഞു മക്കൾ തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ തേക്കാൻ പറ്റും നല്ലൊരു ക്രീം. അപ്പോൾ അത് നമ്മൾ എല്ലാ മക്കൾക്കും തേച്ച് കൊടുക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കും കേട്ടോ. നമ്മുടെ മുഖം ഡ്രൈ ആവാറില്ല സോപ്പൊക്കെ തേക്കുമ്പോൾ, അതുപോലെ തന്നെ പിള്ളേരുടെ സ്കിന്നും ഇതുപോലെ തന്നെ ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു ക്രീം കൂടെ. ഇതും ഡോക്ടർ പറഞ്ഞു തന്നെ തന്നെയാണ്. ഇത് ആ ഡോക്ടറല്ല, ഇത് വേറെ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ ലോഷൻ ഫോട്ടോക്രോസ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ. 50+ ആണ്. നല്ലൊരു സൺസ്ക്രീൻ ലോഷനാണ്. ഇതിന് മുഖത്തങ്ങ് തേച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വില എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇതിനകത്തും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു എത്ര വില. ഇത് 50 ഗ്രാമാണ്. അതിൽ ഗൂഗിളിൽ അടിച്ച് നോക്കണം. ഇതിൻ്റെ കവറിനകത്തിന് വിലയുള്ളൂ, ഇതിനകത്ത് വില കാണുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനായിരുന്നു. ഇതിനകത്ത് വില കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മുഖത്തും തേച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ പെയിൻ്റ് അടിച്ച പോലത്തെ സൺസ്ക്രീൻ ലോഷനാണോ എന്ന്. ഞാൻ തേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എടുക്കുള്ളൂ കേട്ടോ. ഇത്ര നല്ല ഇതിൻ്റെ കൂടുതൽ എടുക്കണേ. ഇപ്പം കുറച്ച് മതി വെച്ചിട്ടാണ്. അപ്പം ഞാൻ തേക്കുന്നത് ഇങ്ങനെ കേട്ടോ, പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തേക്കാറ്. ചില ആൾക്കാർ വരും വിരലിൻ്റെ അകത്ത് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ തേക്കണം. എനിക്കറിയത്തില്ല. മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ. കണ്ടോ, നല്ല ക്രീം തേച്ച പോലെയല്ലേ. എന്നിട്ട് ഞാൻ ഇച്ചിരി പൗഡർ ഇടും കേട്ടോ. കുറച്ച് പൗഡറും കൂടി ഇടും. ഇത് പൗഡർ ഇട്ടതിൻ്റെയാണ്. ഈ പൗഡറിൻ്റെ ഭയങ്കര വെളുപ്പ് തോന്നും കേട്ടോ. പക്ഷെ ക്രീം തേച്ചപ്പം അങ്ങനെ വെള്ളയായിട്ടൊന്നും ഇല്ലല്ലോ മുഖമൊന്നും, സാധാരണ രീതിയല്ലേ. ഇതാ പൗഡറിൻ്റെ ആണ്. ഇതാ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഞാനല്ല പൗഡർ ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു വെളുപ്പ് തോന്നേ. ആ സൺസ്ക്രീൻ ലോഷൻ തേക്കുമ്പോൾ അങ്ങനെ ഒരു പെയിൻ്റ് അടിച്ച പോലെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ തേക്കുമ്പം മീശയുടെ സൈഡിൽ ചെറുതായിട്ടൊരു ചൂട് പോലെ തോന്നും, ഒരു വേർപ്പ് പോലെ. അതൊന്നും കുഴപ്പമില്ല. നമുക്കിങ്ങനെ ടവൽ വെച്ചിങ്ങനെ ഒപ്പിയെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല സൺസ്ക്രീൻ ലോഷനാണ്. എല്ലാവരും ഒന്ന് മേടിച്ചോളൂ കേട്ടോ. മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുവേ. ഫോട്ടോക്രോസ് ഒന്നുകൂടെ പറയാം കേട്ടോ. ഫോട്ടോക്രോസ് കണ്ടില്ലേ, 50+ ഫോട്ടോക്രോസ് ഓൾ സ്കിൻ ടൈപ്സ് എല്ലാം ഉള്ള കേട്ടോ. നല്ലൊരു സൺസ്ക്രീൻ ലോഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്ക് പറ്റിയ നല്ലൊരു ബേബി ലോഷൻ. അത് ഡോക്ടർ പറഞ്ഞു തന്നതാണ്. അവരുടെ സ്കിന്ന് സോപ്പൊക്കെ തേക്കുമ്പോൾ, ചില സോപ്പുകളൊക്കെ തേക്കുമ്പോൾ അവരുടെ സ്കിന്ന് ഡ്രൈ ആവും കേട്ടോ. മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകും. ഇനിയിപ്പം തണുപ്പ് കാലമാണ് വരാൻ പോണത്. അപ്പോൾ അവർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ലോഷനാണ് കേട്ടോ. ഡെർമാഡേവിൻ്റെ ബേബി ലോഷൻ കണ്ടോ. ഡെർമാഡേവ് ബേബി ലോഷൻ കേട്ടോ. ഇത് നല്ലതാണ്. ഇത് ഞാൻ തേക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. നല്ലതാണ്. ഇത് എൻ്റെ കയ്യിലൊന്ന് തേച്ച് കാണിച്ചു തരാവേ.
ഉണ്ണിക്കുട്ടനും വാവച്ചിയും കുഞ്ഞാറ്റും എല്ലാവർക്കും ഞാൻ തേച്ച് കൊടുക്കും കേട്ടോ. അവർ മുഖത്തും കഴിച്ചിട്ട് മാത്രം തേച്ച് കൊടുക്കാറുള്ളേ. ഇത് അലോവേറ ജെല്ല്, വൈറ്റമിൻ ഇ ഗുളിക, ഷിയ ബട്ടർ, ടർമറിക് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇത്രയുണ്ട്. പിന്നെ ലൈറ്റ് ലിക്വിഡ് പാരഫിന് ചെറുതായിട്ടുള്ളൂ കേട്ടോ. പിന്നെ പ്യൂരിഫൈഡ് ലനോനിനോ അതെന്താ സാധനം എനിക്കറിയത്തില്ല. ഇത്ര സംഭവങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഞാൻ കുറച്ച് എടുക്കാറുള്ളൂ. എൻ്റെ അലോവേറ ജെല്ല് തീർന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ലോഷന് മുഖത്ത് തേക്കാറൊക്കെ ഉണ്ട്. എൻ്റെ നല്ല തിളക്കം കണ്ട എനിക്ക്. നല്ലൊരു തണുപ്പാട്ടോ. നല്ല അടിപൊളി ലോഷനാണ്. അപ്പോൾ ഇതും പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കാം, നമുക്കും വേണമെങ്കിൽ തേക്കാം. ഇനി സൺസ്ക്രോഷ് തേക്കുന്നതിന് മുന്നേ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ തേച്ച് കൊടുത്തിട്ട് വേണം ഈ സൺസ്ക്രോഷ് തേച്ച് കൊടുക്കാൻ കേട്ടോ. അത് പറയാൻ മറന്നുപോയേ. അപ്പം സൺസ്ക്രോഷനും ബേബി ലോഷനും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലതാണ്, എല്ലാവരും മേടിച്ചു കൊടുക്കുക. പിന്നെ സൺസ്ക്രോഷ് തേക്കാണ്ടൊന്നും പുറത്തോട്ട് ഇറങ്ങരുത്, നമ്മുടെ മുഖം എന്തായാലും ഡാമേജ് ആവും. എന്തായാലും ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൺസ്ക്രോഷ് നിങ്ങൾ തേക്കാട്ടോ. അപ്പോൾ ഡെർമാഡേവിൻ്റെ ലോഷൻ്റെ കൈകളൊക്കെ തേച്ച് കൊടുത്തില്ലായിരുന്നോ? നല്ല വാസനയാട്ടോ, അടിപൊളി. പിന്നെ ഈ സൺസ്ക്രോഷ് മാത്രം തേച്ചാൽ പോരാ, നമ്മുടെ തയ്യാറാക്കുന്ന ഹോം റെമഡീസ് ഇല്ലേ, തൈര്, തക്കാളി, അരിപ്പൊടി, ഗോതമ്പ് പൊടി, മുൾട്ടാണി മിട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്തൊരു ഫേസ് പാക്കൊക്കെ ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലൊക്കെ നമ്മൾ മുഖത്ത് തേക്കണം കേട്ടോ. എങ്കിലാണ് മുഖത്തുള്ള കരുവാളിപ്പും മുഖക്കുരുവും ഒക്കെ മാറി മുഖം നല്ല ഒരു ഗ്ലോ ആയിട്ട് ഇരിക്കുകയുള്ളേ. നിറം വയ്ക്കുക എന്നുള്ളതല്ല, മുഖം നല്ല പാടൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കണം എല്ലാവരുടെ സ്കിന്നും കേട്ടോ. അതിന് പ്രായപരിധിയൊന്നുമില്ല, പ്രായമുള്ളവർക്കൊക്കെ തേക്കാം. 50 വയസ്സിന് ശേഷമുള്ളവർക്കൊക്കെ തൈരൊക്കെ തേക്കാം കേട്ടോ. അവരുടെ ചുളിവുകളൊക്കെ നല്ലോണം കുറയും. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, നട്ട്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തെ ഉൾപ്പെടുത്തണം. പിന്നെ മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വെയിറ്റ് അധികം വയ്ക്കത്തില്ല മുളപ്പിച്ച ചെറുപയറൊക്കെ കഴിക്കുമ്പോൾ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മുടി വളരാനും സ്കിന്ന് നല്ലതായിട്ട് തിളക്കത്തോടെ ഇരിക്കാനൊക്കെ മുളപ്പിച്ച ചെറുപയർ വളരെ നല്ലതാണ്. കുറേ എടുത്ത് നമ്മൾ കുറേ മുഖത്തും ദേഹത്തൊന്നും പറ്റുന്ന കാര്യമില്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആഹാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി കഴിക്കണം, പച്ചക്കറികളും പഴങ്ങളും വെള്ളമൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.